ഖൂൻ കാ ബദല ഖൂൻ, ചോരയ്ക്ക് പകരം ചോര. 40 വർഷം മുൻപ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഉയർന്നുകേട്ട ആ മുദ്രാവാക്യം രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അധ്യായങ്ങളിൽ ഒന്നിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റിൽ ഒരാൾ വീതം കൊല്ലപ്പെട്ട ഒരു കൂട്ടക്കുരുതി ഇന്നും ഇന്ത്യയുടെ മനസ്സിൽ മായാത്ത മുറിവാണ്. 1984 ഒക്ടോബർ 31 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം വസതിയിൽ നിന്ന് ടെലിവിഷൻ അഭിമുഖത്തിനായി പുറത്തിറങ്ങുകയായിരുന്നു. പതിവ് പോലെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കാതെ ഗേറ്റ് കടന്നെത്തിയ അവരെ കണ്ട് പുഞ്ചിരിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബിയാൻ സിംഗ് പെട്ടെന്ന് റിവോൾവറിൽ നിന്ന് വെടിയുതിർത്തു. അടുത്ത നിമിഷം തന്നെ മറ്റൊരു അംഗരക്ഷകനായ സ്വതന്ത് സിംഗ് സ്റ്റൈൽ ഗൺ ഉപയോഗിച്ച് തുടർച്ചയായി വെടിയൊഴിച്ചു. ആകെ 33 വെടിയുണ്ടകൾ. ഇന്ദിരാഗാന്ധി നിലത്തു വീണു. ആ വെടിയൊച്ചയോടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മാറി. അവളുടെ കൊലപാതക വാർത്ത പുറത്തു വന്നതോടെ ഡൽഹി തീപിടിച്ചു. ആക്രോശം ഉടൻ തന്നെ പകയിലേക്കും കൂട്ടക്കൊലയിലേക്കും മാറി. ഖൂൻ കാ ബദല ഖൂൻ എന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങി. മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിച്ചു. സിഖ് മതക്കാരെ തിരഞ്ഞെടുത്ത് കൊലപ്പെടുത്താൻ തുടങ്ങി. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും സിഖുകാരെ വലിച്ചിറക്കി. ചിലരെ ജീവനോടെ കത്തിച്ചു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു. കുഞ്ഞുങ്ങളെ പോലും ക്ഷമിക്കാതെ വധിച്ചു. ഡൽഹിയിലെ പ്രധാന തെരുവുകളിൽ നിന്ന് ഗുരുദ്വാരങ്ങൾ വരെ അഗ്നിക്കിരയായി. ഒറ്റ നഗരത്തിൽ 72 ഗുരുദ്വാരങ്ങൾ തീയിൽ മുങ്ങി. കൊല്ലപ്പെട്ടവരുടെ വീടുകൾ, കടകൾ, വാഹനങ്ങൾ എല്ലാം കൊള്ളയടിച്ചു. നഗരത്തിന്റെ മധ്യഭാഗം പുകമഞ്ഞിൽ മറഞ്ഞു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 3000 സിഖുകാർ, അനൗദ്യോഗികമായി അതിനേക്കാൾ ഇരട്ടി. ഒരു മിനിറ്റിൽ ഒരാൾ വീതം കൊല്ലപ്പെട്ടതായി പിന്നീട് അന്വേഷണങ്ങൾ സൂചിപ്പിച്ചു. ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ പോലീസ് നോക്കി നിന്നു. പട്ടാളം ഇറങ്ങിയത് വൈകിയപ്പോഴേക്കും 100 കണക്കിന് ജീവൻ നഷ്ടമായി. പിന്നീട് ഡൽഹി ഹൈക്കോടതി പറയേണ്ടി വന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലസ്ഥാനത്താണ് ഇതൊക്കെ നടന്നത്. പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പങ്ക് അതിലുണ്ടെന്ന് കോടതി രേഖപ്പെടുത്തി. സിഖ് കൂട്ടക്കുരുതിയുടെ വിത്തുവെച്ചത് അതിന് മാസങ്ങൾ മുൻപായിരുന്നു. 1984 ജൂണിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സിഖ് മതത്തിന്റെ വിശുദ്ധ സ്ഥാനമായ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൽ കൈയടക്കിയ ജർണയിൽ സിംഗ് ഭിന്ദ്രാവാലയെയും അനുയായികളെയും നീക്കാൻ സൈന്യം നടത്തിയ രക്തരൂക്ഷിതമായ നീക്കം. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിനു പേർ അന്ന് കൊല്ലപ്പെട്ടു. ക്ഷേത്രത്തിന്റെ പുണ്യനിലം രക്തത്തിൽ മുങ്ങി. ആ സംഭവം സിഖ് സമൂഹത്തെ പ്രകോപിപ്പിച്ചു. ഭിന്ദ്രൻവാല ഒരു മതപണ്ഡിതനായി തുടങ്ങി, പിന്നീട് തീവ്രവാദിയായി തീർന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഖലിസ്ഥാൻ എന്നു പേരുള്ള സിഖ് പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാജ്യം. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ സിഖുകൾക്ക് ജീവിക്കാനാകില്ല എന്ന വാദമുയർന്നു. പഞ്ചാബിൽ ഭീതിയും അക്രമവും വ്യാപിച്ചു. 1984 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ സുവർണ ക്ഷേത്രത്തിൽ ത്രിവർണ പതാകയ്ക്ക് പകരം ഖലിസ്ഥാൻ പതാകയുയർന്നു. അതാണ് ഇന്ദിരാഗാന്ധിയെ കടുത്ത നടപടിയിലേക്ക് നയിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സൈന്യത്തിന്റെ കർശന ആസൂത്രണത്തിലായിരുന്നു. അമൃതസറിൽ കർഫ്യൂ ഏർപ്പെടുത്തി. ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. വൈദ്യുതി വിച്ഛേദിച്ചു. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അതിനുശേഷം ജൂൺ 5 സായാഹ്നം 7 മണിക്ക് സൈന്യം സുവർണ ക്ഷേത്രത്തിലേക്ക് ടാങ്കുകളുമായി കടന്നു. അന്ന് 5ാമത്തെ സിംഗ് ഗുരുവായ അർജുൻ സിംഗിന്റെ രക്തസാക്ഷി ദിനമായിരുന്നു. ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് സാധാരണ സിഖ് ഭക്തന്മാരും ഗ്രാമീണരും ഉണ്ടായിരുന്നു. അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഭിന്ദ്രൻവാലയുടെ സംഘങ്ങൾ അവരെ മനുഷ്യരക്ഷാകവചമാക്കി. സൈന്യം അകത്ത് കടക്കുമ്പോൾ കനത്ത വെടിവെപ്പ് നടന്നു. കമാൻഡോക്കൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം സൈന്യം ടാങ്കുകളുമായി ഷെല്ലാക്രമണം തുടങ്ങി. 2 ദിവസത്തെ രക്തപാതത്തിനു ശേഷം ഭിന്ദ്രൻവാലയും സംഘാംഗങ്ങളും കൊല്ലപ്പെട്ടു. ക്ഷേത്രത്തിലെ കെട്ടിടങ്ങൾ പൊളിഞ്ഞു. രക്തം പടർന്നു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം അന്നുണ്ടായ ഈ സംഭവങ്ങളുടെ നേരിട്ടുള്ളൊരു ഫലമായിരുന്നു. ബിയാൻ സിംഗും സ്വതന്ത് സിംഗും ഇരുവരും സിഖുകാരായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെ പൊട്ടിപ്പുറപ്പെട്ട പകയാണ് സിഖ് കൂട്ടക്കുരുതിയായി മാറിയത്.
ഡൽഹിയിൽ അതിനുശേഷം നടന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അപമാനമായി രേഖപ്പെടുത്തിയ ഒരു കൂട്ടക്കൊല. കടകളും വാഹനങ്ങളും സിഖ് വീടുകളും കൊള്ളയടിക്കപ്പെട്ടു. ആരാണ് ഇവയ്ക്ക് പിന്നിലെന്ന് അന്വേഷിച്ചപ്പോൾ അക്രമികൾക്ക് ആയുധങ്ങൾ നൽകിയതും സിഖുകാരുടെ വിലാസങ്ങൾ പറഞ്ഞു തന്നതും സർക്കാരിനോടടുത്തുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകരും പോലീസുകാരും തന്നെയാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മണ്ണെണ്ണ വരെ കോൺഗ്രസ് നേതാക്കളുടെ ഡിപ്പോയിൽ നിന്നാണ് എത്തിച്ചതെന്ന ആരോപണവും ഉയർന്നു. ഇത് നടക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞത്, വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങാറുണ്ട്. അതിനുശേഷം മുഴങ്ങിയത് കയ്യടിയായിരുന്നു. പക്ഷേ ആ വാക്കുകൾ ലോകം കേട്ടത് കൂട്ടക്കുരുതിയെ ന്യായീകരിച്ചതായി. അദ്ദേഹത്തിന്റെ അറിവോടെയാണ് കലാപം നടന്നതെന്ന് പിന്നീട് ആരോപണങ്ങൾ ഉയർന്നു. സിഖ് വിരുദ്ധ കലാപത്തിനു ശേഷം പഞ്ചാബിലെയും വിദേശത്തെയും സിഖ് ഗ്രൂപ്പുകൾ കൂടുതൽ തീവ്രമായി. ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ്, ഖലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് എന്നിവ രൂപപ്പെട്ടു. കാനഡയിൽ നിന്നുള്ള സിഖ് തീവ്രവാദികൾ ഡൽഹിയിലേക്ക് പോകുന്ന ബോയിങ് 747 കനിഷ്ക വിമാനം 1985 ബോംബിട്ട് തകർത്തു. 329 പേരാണ് മരിച്ചത്. കലാപത്തിനും കൂട്ടക്കുലയ്ക്കും ഉത്തരവാദികളായവരെ കണ്ടെത്താൻ നിരവധി കമ്മീഷനുകൾ രൂപപ്പെട്ടു. ഡൽഹിയിലെ ചില കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് പങ്കാളികളായിരുന്നുവെന്ന് മിക്ക അന്വേഷണങ്ങളിലും തെളിഞ്ഞെങ്കിലും ഭൂരിഭാഗം പേരും ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടു. ഇതുവരെ 442 പേരെയാണ് കുറ്റവാളികളായി കണ്ടെത്തിയത്. 49 പേർക്ക് ജീവപര്യന്തം തടവും 3 പേർക്ക് 10 വർഷത്തെ തടവും ലഭിച്ചു. 2005 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പാർലമെന്റിൽ മാപ്പ് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം വലിയ ദുരന്തമായിരുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തമായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ. അതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പക്ഷെ ഇരകൾക്ക് നീതി ലഭിച്ചിട്ടില്ല. കലാപത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീകൾ ഇന്നും ഡൽഹിയിലെ വിഡോ കോളനിയിൽ ജീവിക്കുന്നു. അന്ന് കൊലപാതകങ്ങൾ നേരിട്ട് കണ്ട കുട്ടികളിൽ പലരും ഇന്ന് മാനസികമായി തകർന്നവരാണ്. ചില മയക്കുമരുന്നിന് അടിമകളുമാണ്. കുടുംബങ്ങൾ സാമ്പത്തികമായി തകർന്നു. സർക്കാർ വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരങ്ങൾ പലർക്കും ലഭിച്ചിട്ടില്ല. 40 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ ചോര ഉണങ്ങാത്തതാണ്. സിഖ് സമൂഹത്തിന് നീതി ലഭിക്കാത്ത മുറിവ് ഇന്നും തുറന്നു കിടക്കുന്നു. ലോകം ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് വിളിക്കുന്ന രാജ്യത്തിന്റെ തലസ്ഥാനത്ത് മനുഷ്യരാശി പരാജയപ്പെട്ട ആ ദിവസങ്ങൾ ചരിത്രത്തിന്റെ കറുത്ത പേജുകളായി ഇപ്പോഴും നിലനിൽക്കുന്നു. 1 മിനിറ്റിൽ ഒരാൾ വീതം കൊല്ലപ്പെട്ട ആ ദിവസങ്ങളിൽ മനുഷ്യന്റെ മനുഷ്യത്വം മരിച്ചിരുന്നു. ഇന്നും അവരുടെ രക്തം വിളിച്ചു പറയുന്നു. നീതി എവിടെയാണ്? ന്യൂസ് ഡെസ്ക് IBN മലയാളം.